രാജീവ് ചന്ദ്രശേഖരന്റെ സർവാധിപത്യം ഉറപ്പിക്കുന്ന പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചതോടെ പാർട്ടിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുകയാണ്. ഏറെക്കാലം ഏകാധിപത്യ സ്വഭാവത്തോടെ പാർട്ടിയെ നയിച്ച കെ സുരേന്ദ്രനെയും മുൻ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരനെയും പൂർണ്ണമായും പുറന്തള്ളിക്കൊണ്ടാണ് പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് പാർട്ടിയിലെ ഇരു വിഭാഗങ്ങൾക്കും കനത്ത പ്രഹരമായിരിക്കുകയാണ്. പുതിയ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ പോലും സുരേന്ദ്രൻ മുരളീധരൻ പക്ഷത്തു നിന്നുള്ളവരല്ല എന്നത് ശ്രദ്ധേയമാണ്. പാർട്ടിയിൽ എക്കാലത്തും കെ സുരേന്ദ്രനും വി മുരളീധരനുമെതിരെ ശക്തമായ പ്രതിഷേധ സ്വരം ഉയർത്തിയിരുന്ന MD രമേശിനും ശോഭാ സുരേന്ദ്രനും സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം ലഭിച്ചു. ഇത് എതിർചേരിക്ക് വലിയ പ്രാമുഖ്യം ലഭിച്ചതിന്റെ വ്യക്തമായ സൂചനയാണ്. നേരത്തെ സുരേന്ദ്രനൊപ്പം ഉറച്ചു നിന്നതിന് ശേഷം പിന്നീട് കൂറുമാറി രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ചേർന്ന S സുരേഷും സംസ്ഥാന അധ്യക്ഷന് ഏറെ താൽപര്യമുള്ള അനൂപ് ആന്റണിയുമാണ് മറ്റ് 2 ജനറൽ സെക്രട്ടറിമാർ. അനൂപ് ആന്റണിയുടെ നിയമനത്തിൽ ഉൾപ്പെടെ കെ സുരേന്ദ്രൻ വിഭാഗത്തിന് കടുത്ത അമർഷവുമുണ്ട്. പാർട്ടി പാരമ്പര്യമോ പ്രവർത്തന പരിചയമോ ഇല്ലാത്ത ഒരാളെ ജനറൽ സെക്രട്ടറി ആക്കിയതിൽ ഇവർ പ്രതിഷേധം നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിലും സുരേന്ദ്രൻ മുരളീധരൻ പക്ഷത്തിന് കാര്യമായ സ്വാധീനമില്ല. ശ്രീ കൃഷ്ണകുമാറിനെ മാത്രമാണ് ഈ വിഭാഗത്തിൽ നിന്നും വൈസ് പ്രസിഡന്റ് ആക്കിയത്. പുതിയതായി കാവി അണിഞ്ഞ ഷോൺ ജോർജ്, മുൻ DGP R ശ്രീലേഖ, KS രാധാകൃഷ്ണൻ, അബ്ദുൽ സലാം എന്നിവരെല്ലാം വൈസ് പ്രസിഡന്റുമാരായപ്പോൾ പ്രവർത്തന പരിചയമുള്ള പല നേതാക്കളെയും മാറ്റി നിർത്തുകയായിരുന്നു എന്ന ആക്ഷേപവും ശക്തമാണ്.